ഇസ്രയേൽ ഹമാസ് യുദ്ധം ഏറെ കലുഷിതമായി തന്നെ മുന്നോട്ടു പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല ഇസ്രയേൽ ഇപ്പോൾ. ഏതറ്റം വരെ യുദ്ധം ചെയ്യാനും തയ്യാറായിരിക്കുകയാണ് നെതന്യാഹു. ഇപ്പോൾ ഇതാ അടുത്ത കരുനീക്കവുമായി എത്തിയിരിക്കുകയാണ്. ഗാസയിൽ യുദ്ധം അതിരൂക്ഷമാവുന്നതിനിടെ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇസ്രയേലിന്റെ ചാര സംഘടനയായ മൊസാദിന്റെ മേധാവി വീണ്ടും ഖത്തർ പ്രധാനമന്ത്രിയെ കാണുമെന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. മൊസാദ് തലവൻ ഡേവിഡ് ഭാർണിയ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽഥാനിയെ ഈ വാരാന്ത്യത്തിൽ തന്നെ യൂറോപ്പിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയിൽ ഹമാസ് പോരാളികൾ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കരാറിന്റെ തുടർ ചർച്ചകൾക്കായാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അതുപോലെ തന്നെ ഖത്തറിന്റെ നിർദ്ദേശത്തെ തുടർന്നുകൊണ്ട് മൊസാദ് മേധാവിയുടെ സന്ദർശനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുദ്ധ ക്യാബിനറ്റിലെ മറ്റ് അംഗങ്ങളും എതിർത്തിരുന്നെങ്കിലും ആഭ്യന്തര തലത്തിലുള്ള തിരിച്ചടി ഭയന്ന് ഇത്തവണ സമ്മതിച്ചതായും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊസാദ് തലവനെ ഖത്തർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ നെതന്യാഹു അനുമതിയും നൽകിയിരുന്നു. നേരത്തെ ഒക്ടോബർ 7-ന് ശേഷം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ ഏർപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ച് 4 ദിവസം വെടിനിർത്തുകയും ഇരുപക്ഷത്തും തടവിലുള്ളവരിൽ ചിലരെ കൈമാറുകയും ചെയ്തിരുന്നു. 2 ദിവസം കൂടി വെടിനിർത്തൽ നീട്ടിയെങ്കിലും പിന്നീട് യുദ്ധം പുനരാരംഭിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രയേലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനും ഖത്തർ ഉദ്യോഗസ്ഥനും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത്. ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇസ്രയേൽ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുന്നതെന്നാണ് സൂചനകൾ. നേരത്തെ തന്നെ വെടിനിർത്തൽ ലംഘിച്ചതിന് ഹമാസും ഇസ്രയേലും പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്നതാണ്. ഇതിനിടെയാണ് വീണ്ടും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഹമാസ് ആവട്ടെ കരയുദ്ധത്തിൽ ശക്തമായ തിരിച്ചടി നൽകുന്നതിനോടൊപ്പം ഇസ്രയേൽ പ്രദേശത്തേക്ക് റോക്കറ്റ് വിക്ഷേപണം തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇസ്രയേൽ ഒരു കൂട്ടം സ്ത്രീകളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹമാസ് നിരസിച്ചു എന്നായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത്. എന്നാൽ ഇസ്രയേൽ ആവശ്യപ്പെട്ട സ്ത്രീകൾ സൈനികരാണെന്നാണ് ഹമാസ് പറയുന്നത്. ഇതിനിടെ ഹമാസുമായി പരോക്ഷ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന്റെ സാധ്യത തേടി ഖത്തർ മധ്യസ്ഥതയിൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ആഴ്ച നടത്തിയ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. സ്ത്രീകളെയും ഗുരുതരമായി പരിക്കേറ്റവരെയും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും പ്രായമായ പുരുഷന്മാരെയും മറ്റും മോചിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു കരാറിന് സമ്മതിക്കുമോ എന്ന മധ്യസ്ഥരോട് ഇസ്രയേലി ഉദ്യോഗസ്ഥർ ചർച്ചയിൽ ചോദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ചർച്ചയെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ എതിർക്കുകയുമായിരുന്നു. ഹമാസ് ആവട്ടെ അധിനിവേശം അവസാനിപ്പിക്കാതെയും വെടിനിർത്താതെയും ബന്ദികളെ മോചിപ്പിക്കുന്ന പ്രശ്നമില്ലെന്നുള്ള നിലപാട് കടുപ്പിച്ചിരിക്കുകയുമാണ്. ഇതിനിടെയാണ് മൊസാദ് തലവൻ യൂറോപ്പിൽ വെച്ച് ഖത്തർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി നിരവധി പേരെ മോചിപ്പിച്ചതിനു ശേഷം ഹമാസിന്റെ കൈവശം 130-ലേറെ ബന്ദികളാണ് ഉള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി ബന്ദികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിവയ്പിൽ 3 ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെട്ടെന്ന സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇസ്രയേൽ ഗാസ മുനമ്പ് പൂർണ്ണമായും കൈവശപ്പെടുത്തണമെന്ന തീവ്ര വലതുപക്ഷ ഇസ്രയേൽ നേതാവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിലെ പൈതൃക മന്ത്രിയുമായ അമിചായ് എലിയാഹു പറയുന്നു. ഇസ്രയേലിന്റെ ദേശീയ ബ്രോഡ്കാസ്റ്റർ കാൻ പബ്ലിക് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഒട്സമ യഹൂദീറ്റ് പാർട്ടി അംഗമാണ് അമിചായ് എലിയാഹു. ഗാസ മുനമ്പിനെ ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റാതെ പ്രദേശം പ്രവർത്തിപ്പിക്കാൻ പലസ്തീന് കഴിയില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പലസ്തീനികൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയുന്നവർ ഒക്ടോബർ 7-ന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.